ഹായ് ഗൈസ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ ഡേ തുടങ്ങുന്നത് ഉച്ചയ്ക്കാണ്. ഉച്ചമായി 12 മണിയായി. 12 മണി തൊട്ടുള്ള ഡേ ഞാൻ കാണിക്കാം അല്ലേ. ഇന്നൊരു ഷൂട്ടുണ്ട് ഞങ്ങൾക്ക്. മെയിൻ കണ്ടന്റ് അതായിരിക്കും. അപ്പോൾ ഞാൻ കുറേ ഇപ്പോൾ വ്ളോഗ് എടുത്തേക്ക് ലോങ് വീഡിയോ ഇടാൻ വെച്ചിട്ട്, പക്ഷെ ഒന്നും ഇടില്ല. ഇത് ഞാൻ ഇടും. ഞാൻ എൻ്റെ ഇത് 12:30 നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇനി നമ്മൾ 3 മണിയാകുമ്പോൾ ഉച്ചത്തെ ഫുഡ് കഴിക്കും. അതത്രേ ഉള്ളൂ. രാവിലെ സമയങ്ങളിൽ തല മൈൻഡ് ചെയ്യുന്നത് ഇങ്ങനെ ചപ്പറായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് തന്നെ റെഡിയാവും. ഓക്കെ, ഫുള്ള് ഗുഡ്. അപ്പോൾ ഞാൻ ഒന്ന് കുളിച്ചു, ഷവറൊക്കെ ചെയ്തു. കാരണം നമുക്ക് ഷൂട്ടുണ്ട്, ഞാൻ റെഡി ആവണം. അപ്പോൾ ഞാൻ കുളിച്ചിറങ്ങി. ഇനിയും സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറി മേക്കപ്പ് ഇടണം. മറ്റു ഷോട്ട് അവിടെ കിടന്നുറങ്ങുന്നുണ്ട്, അവളെ പോയി വിളിക്കണം. ദിസ് ഈസ് ദ ഷോട്ട് ഐ മെൻഷൻ ബിഫോർ. കണ്ടോ, അവൾ ഉറങ്ങുക. 3:30 ഷൂട്ടിനാക്കാൻ വേണ്ടി. ഇപ്പൊ സമയം 2:30, എന്നിട്ടും റെഡി ആയിട്ടില്ല. പക്ഷെ റെഡി ആയി സുന്ദരിയായി. ഇനി സ്കിൻ കെയർ ചെയ്യുക, ഫുഡ് കഴിക്കാൻ വിശക്കണമെന്നില്ല. കാരണം നമ്മൾ 12:30 കഴിച്ചത്. 3:30 നമുക്ക് ഷൂട്ടിന് പോകണം. അപ്പോൾ റെഡി ആയിട്ട് പോകണം. അമ്മ ഇനി വരണം. അമ്മ കുളിക്കാൻ പോയി. ഇനി അമ്മ വന്നിട്ട് വേണം മറ്റേ സാധനമൊക്കെ ശരിയാക്കാൻ. ഇങ്ങനെ ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഇനി അമ്മ കുളിക്കാൻ കറിയൊക്കെ. അമ്മ കുളി കഴിഞ്ഞ് വന്നിട്ട് ഡ്രസ്സ് മാറാം. അങ്ങനെ പ്ലേറ്റ് വെക്കണം. അപ്പം അതിന് അമ്മ തന്നെ വേണം. പിന്നെ 2 റീൽസ് ഷൂട്ട് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് ഷൂട്ടിന് പോകണം. പിന്നെ എന്തൊക്കെ പറയാൻ വന്നു ഓർമ്മയില്ല. എൻ്റെ മുടി വളർന്നു ചോദിക്കണം. എൻ്റെ മുടി വളർന്നു കണ്ടോ. അത് ഞാൻ വിചാരിച്ചാൽ മെയിൻ്റെനൻസ് സെറ്റപ്പ് ആക്കി വെക്കാം. ഓർ നമ്മളെ പോലെ നടക്കണമെങ്കിൽ അങ്ങനെ നടക്കാം. അതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജ്. അവിടെ പലപ്പോഴും നിരാശയൊക്കെ ഉണ്ട് മുടിയൊക്കെ പറഞ്ഞാൽ. പക്ഷെ എന്ത് ചെയ്യാം, ഒന്നും ചെയ്യാൻ പറ്റില്ല. ധൃതിയാണ്, ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഇപ്പോൾ 3:30 ഷൂട്ട് പറഞ്ഞ പക്ഷെ നേരത്തെ ഇറങ്ങാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും കഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ല. രസമുണ്ടോ? ഗൈസ്, അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി പ്രത്യേകിച്ച് ഇവിടെ എൻ്റെ ഒരു ദിവസം ഇനി ഒന്നും നടക്കാനില്ല. ഞാൻ കാണിക്കാം. ഷൂട്ട് ഭയങ്കര വെയിലായിരുന്നു. ഇത്ര ദിവസം മഴയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ച് മഴ ആയിട്ട് വെളിച്ചുണ്ടാവില്ല എന്ന് വിചാരിച്ചപ്പോൾ, പക്ഷെ വെയിലടിച്ചിട്ട് അണ്ണാക്കി അടിച്ചിട്ട് ഫ്രെയിമൊന്നും റെഡി ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞു. ഇപ്പോൾ വീട്ടിലെത്തി. ഇപ്പം എല്ലാം കുറച്ച് നേരമായി. പ്രത്യേകിച്ചൊന്നും ഹാപ്പൻ ചെയ്തിട്ടില്ല. ചെയ്യാൻ കാണിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കും വ്ളോഗിൻ്റെ എൻഡ്. ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. അങ്ങനെ ഗൈസ്, ഞങ്ങൾ കിടക്കാനായി. സ്കിൻ കെയർ കഴിഞ്ഞു. ഞാൻ വീണ്ടും പറഞ്ഞു, ഞങ്ങൾ ഫേസ് പാക്ക് കിട്ടിയാണ്. ഫോറൻസിക് സിനിമയില്ലേ, അത് കണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളെ പറഞ്ഞു കൊടുക്കാനും അതൊക്കെ ആയിട്ട് പിന്നെ ഞാനും അങ്ങനെ ഇരുന്നു കാണാനായിട്ട്. അതെനിക്ക് ഫേസ് പാക്ക് ഇട്ടു. ഞാൻ സത്യമായിട്ട് മറന്നു. ഞാൻ ഫുള്ള് മറന്നു. ഓക്കെ, സ്കിൻ കെയർ ചെയ്തിട്ട് മറ്റേ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ കണ്ണിൻ്റെ ഉള്ളിൽ മറ്റേ കൺവെൻഷൻ ഉണ്ടാവില്ല, അതിങ്ങനെ പടരും. അതാണ് ഈ കറുത്ത കളറിൽ നിൽക്കണം.